നമസ്കാരം കൂട്ടുകാരെ. ജൂൺ 19 വായനാ ദിനം. വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം മഹാഭാരതമാണ്. ഉത്തരം മഹാഭാരതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഴുത്തച്ഛൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ പേര് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഉത്തരം തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്നതാണ് ഉത്തരം. മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവലാണ് ഭാസ്കരമേനോൻ. ഉത്തരം ഭാസ്കരമേനോൻ. MT വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? MT വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ഉത്തരം രണ്ടാമൂഴം. ഉത്തരം രണ്ടാമൂഴം. അടുത്ത ചോദ്യം. SK പൊറ്റക്കാടിൻ്റെ ജ്ഞാനപീഠം ലഭിച്ച നോവൽ ഏതാണ്? SK പൊറ്റക്കാടിൻ്റെ ജ്ഞാനപീഠം ലഭിച്ച നോവലാണ് ഒരു ദേശത്തിൻ്റെ കഥ. ഒരു ദേശത്തിൻ്റെ കഥ. അടുത്തത്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ആരാണ്? കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനെയാണ് കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത്. കഥകളിയുടെ സാഹിത്യരൂപം ഏതാണ്? കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. ഉത്തരം ആട്ടക്കഥ. അടുത്ത ചോദ്യം. വിപ്ലവ സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വിപ്ലവ സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? പുതുപ്പള്ളി രാഘവൻ. ഉത്തരം പുതുപ്പള്ളി രാഘവൻ. അടുത്ത ചോദ്യം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞത് ആരാണ്? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞത് PN പണിക്കരാണ്. ഉത്തരം PN പണിക്കർ. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം. കുറ്റിപ്പെൻസിൽ എന്ന കൃതിയുടെ കർത്താവ് ആര്? കുറ്റിപ്പെൻസിൽ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. കേരള ഗ്രന്ഥശാല ദിനം എന്ന്? കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? സെപ്റ്റംബർ 14 കേരള ഗ്രന്ഥശാല ദിവസം. ദേശീയ അധ്യാപക ദിനമായ സെപ്റ്റംബർ 5 ആരുടെ ജന്മദിനമാണ്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. സാരേ ജഹാംസ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉറുദു ഭാഷയിലാണ്. മുഹമ്മദ് ഇക്ബാലാണ് അത് എഴുതിയത് കേട്ടോ. അടുത്ത ചോദ്യം. മലയാള സാഹിത്യത്തിൽ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത്, മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ ആരാണ്? വള്ളത്തോളാണ് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത്. അടുത്തത്.
ചോദ്യം: ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഇടശ്ശേരിയെയാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയെയാണ്. P.N. പണിക്കരുടെ ജന്മസ്ഥലമായ നീലംപേരൂർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. ഉത്തരം ആലപ്പുഴ ജില്ലയിലാണ്. അടുത്ത ചോദ്യം: ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനമാണ്. അടുത്തത്: ബുക്കർ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി. ബുക്കർ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? അരുന്ധതി റോയ്. ഉത്തരം അരുന്ധതി റോയ്.